എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ ആൺ ടീം അവരിപ്പോൾ വീണ്ടും തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ചെറിയൊരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോയത്, പക്ഷേ വലിയൊരു അച്ചീവ്മെന്റ് നേടി നിങ്ങൾ ഇവിടേക്ക് വന്നു. ഇത് തീർത്തും എന്നും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ്. സുഗാക എന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാ റിപ്പോർട്ട്സും ഓൾറെഡി എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അതിന് സാറുടെയും മീറ്റ്സുകയും അവർ രണ്ടുപേരും പറയും ഇതിൽ ഈ മിഷൻ അത് ഇത്രയും സക്സസ്ഫുൾ ആക്കി മാറ്റാൻ കഴിഞ്ഞത് ബൊറൂട്ടോ ഒരേ ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അവൻ സ്വന്തം ജീവൻ പോലും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി. ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. മീറ്റ്സുക ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, പ്ലീസ് ഇനി ഒരിക്കലും നീ തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്കൊരിക്കലും നീ ഇല്ലാതെ മുൻപോട്ടേക്ക് ജീവിക്കാൻ പറ്റില്ല. ടീം 7ന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ് നീ. അത് കേട്ടിപ്പോൾ ബൊറൂട്ടോ അവൻ ചിരിക്കും. നറൂട്ടോ പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിഡൻ മിസ്റ്റ് വില്ലേജ് അത് പഴയതുപോലെ നോർമൽ ആയിരിക്കുകയാണ്. ആ മെയിൻ ഫാദർ വില്ലൻ ആള് കൊല്ലപ്പെട്ടിട്ടില്ല. ആളെ വീണ്ടും ആ പ്രിസണിൽ ലോക്ക് ചെയ്ത് ആളുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കവാക്കിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നും. അവനാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇപ്പം ആ ചിന്ന പയ്യനെയും അവൻ്റെ അമ്മയെയും അസിസ്റ്റന്റിനെയും കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ പപ്പയുടെ കല്ലറയിൽ വന്ന് കരയാണ്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നാളെ പപ്പയെ പോലെ ഞാനും ഒരു വാരിയർ ആവും. ഒരുപാട് പേരെ എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. മറ്റൊരു ഭാഗത്ത് ആ ബ്രദർ വില്ലന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ കുറ്റബോധത്താൽ നെഞ്ചു തകർന്ന് അങ്ങനെ കരയാണ്. യങ് ലോർഡ്, അദ്ദേഹം മരിക്കാൻ കാരണക്കാരൻ ഞാനാണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് മിസുകാകയുടെ അടുത്തേക്ക് എത്തിച്ചത്. അത് അദ്ദേഹത്തിന്റെ മരണത്തിന് തന്നെ കാരണമായി. ബൊറൂട്ടോ ആണെങ്കിൽ ഇക്കടെ കുറിച്ച് ചോദിക്കും. അതിന് നറൂട്ടോ പറയും അവനും തക്കതായ ശിക്ഷ അത് കിട്ടിക്കഴിഞ്ഞു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അയ്യോ ഇല്ല, അവനാണ് ആ യുദ്ധം തടയാനായിട്ട് തയ്യാറായതുപോലും. ഒരു കാരണവശാലും അവനെ പണിഷ് ചെയ്യാൻ പാടില്ല. അവനില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം നടന്നേനെ. അതിന് കവാക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ബൊറൂട്ടോ നീ ദയവ് ചെയ്ത് മണ്ടത്തരം പറയാനായിട്ട് പാടില്ല. ഇക്കട അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ഫാദർ വില്ലൻ അവൻ മിസ്റ്റ് വില്ലേജ് തകർത്തേനെ. കറക്റ്റ് സമയത്ത് അവനെ ഞാൻ കൊന്നതുകൊണ്ടാണ് ഒരു വാർ തടയാനായിട്ട് സാധിച്ചത്. മാത്രമല്ല ഇക്കടയ്ക്കും പണിഷ്മെന്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ വീണ്ടും അവൻ പഴയതുപോലായി തീരും. നമ്മൾ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടും സെന്റിമെന്റലായിട്ടും കാണാൻ പാടില്ല. കുറേയൊക്കെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞ് കവാക്കി ബൊറൂട്ടോയെ വഴക്കു പറയും. കവാക്കിയാണെങ്കിൽ ബൊറൂട്ടോയോട് ദേഷ്യപ്പെടും. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, സത്യത്തില് പ്രോബ്ലംസ് എല്ലാം ഇപ്പൊ സോൾവ് ആയി. വീണ്ടും നമ്മൾ അവരെ പണിഷ് ചെയ്താൽ അതവരെ പ്രവോക്ക് ചെയ്യും പോലെയാണ്. സോ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് കേട്ട് കവാക്കി ആണെങ്കിൽ ഫുൾ ടെൻഷനിൽ അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് കടന്നു പോവാണ്. സാറുടെ ആണെങ്കിൽ അവനെ വിളിക്കും, പക്ഷെ അവൾ മൈൻഡ് ചെയ്യില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡെങ്കിയാൻ ടീം കവാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ ബൊറൂട്ടോയെ കുറിച്ച് കവാക്കിയോട് അന്വേഷിക്കും. അതിന് കവാക്കി ആണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ മറുപടി പറയാണ്, എനിക്കറിയില്ല അവൻ എന്ത് ചെയ്യുന്നു, അവൻ എവിടെയാണെന്ന്. ഡെങ്കിയാൻ ടീമിനാണെങ്കിൽ അവന്റെ സംസാരം അത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. ഇവാബയാണെങ്കിൽ ഇപ്പം എല്ലാവരോടുമായിട്ട് പറയും, സത്യത്തിൽ കാഗുറെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവനില്ലാതായത് ഒരു തീരാ നഷ്ടമാണ്. അതിന് കൊവാക്കി, അവൻ മരിച്ചു പോയതിൽ എനിക്കത്ര വിഷമവും തോന്നുന്നില്ല. ഇത് വാറാണ്. അതിൽ ചിലർ കൊല്ലപ്പെടും, ചിലർ ജീവിക്കും. അതിന് ഫുള്ളായ ഷിനോബികൾ ഒരിക്കലും ഇത്രയും ഫെയിൽ ചെയ്യാറില്ല. ഇവാബയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവനിപ്പോ കൊവാക്കിക്ക് നേരെ കൈ നീട്ടുകയാണ്. അത് കണ്ട ഡെങ്കി ആണെങ്കിൽ കൊവാക്കിയെ തടയും. കട്ട് ചെയ്ത ഇപ്പോ മിസുകാകെ കാണിക്കും. ആളാണെങ്കിൽ ഗ്രാമത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് അതൊക്കെ ചെക്ക് ചെയ്യുകയാണ്. മിസുകാകെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട പരിഹാരം അസിസ്റ്റന്റിന് നിർദ്ദേശിക്കും. ആകുറ അവൻ ഇത്രയും വേഗം എന്നെ വിട്ട് പോകുന്ന കരുതിയില്ല എന്ന് പറഞ്ഞ് മിസുകാക ആളുടെ സ്ക്വാഡിൽ പതിയെ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഇക്കടയുടെ പണിഷ്മെന്റിനെ കുറിച്ച് ചോദിക്കും. അതിന് മിസ്സുകാക പറയും, അതിന് ഒരല്പസമയം കൂടെ എനിക്ക് ആവശ്യമാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ആലോചിച്ച് വേണം അവന് പണിഷ്മെന്റ് കൊടുക്കാൻ. അസിസ്റ്റന്റ് ലേഡി ആണെങ്കിൽ അതിന് ഓക്കെ പറയും. മിസ്സുകാകെ അങ്ങിപ്പോ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട്, ഒരല്പം റെസ്റ്റ് അതിപ്പോ അങ്ങേക്ക് വളരെ അത്യാവശ്യമാണെന്ന് പറയും. അത് കേട്ട് മിസ്സുകാക ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയും നറൂട്ടോയും അവരാണെങ്കിൽ ഇക്കടയെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇക്കടയെ കുറിച്ച് പറയും, അവൻ നല്ലൊരാളാണ്, അവൻ ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ബിൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അവൻ ആ ബാഡ് ആയിട്ടുള്ള ക്ലാനിലെ ആളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി. ആദ്യം അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതിനുശേഷം അവൻ തന്നെ എൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ച് പിന്നീട് അവനെ തന്നെ തിരുത്തി എന്നെ രക്ഷിച്ചു. നറൂട്ടോ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം കേട്ട് ബൊറൂട്ടോട് പറയും, നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാനും. ഇതുപോലെ ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, സത്യത്തിൽ നീ എന്നെ പോലെ തന്നെയാണ്, അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്.
ഒരു കാരണവശാലും ഒന്നിലും നീ ഗിവപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും നിന്റെ ജീവൻ അത് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിനക്കെല്ലാ സഹായത്തിനും ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാവും. നീയും കവാക്കിയും തമ്മിലുള്ള പ്രോബ്ലം അത് ഉടനെ സോൾവ് ചെയ്യണം. ഇത് ബൊറൂട്ടോ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. പപ്പ അവനെ കണ്ടതല്ലേ, അവനോട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചാലും അവനതൊന്നും ഇഷ്ടപ്പെടില്ല. എല്ലാ കാര്യങ്ങളും വളരെ റിബലായിട്ടാണ് എടുക്കാറ്. അത് കേട്ട് നറൂട്ടോ ചിരിക്കും. ആക്ച്വലി അവനെ പോലെ തന്നെയാണ് നീ, നിന്നെ പോലെ തന്നെയാണ് അവൻ. അവന് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കൺസേൺ ഉണ്ട്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ഈഗോ, അതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം. സോ നീ അവനോട് ഓപ്പണായിട്ട് സംസാരിച്ച് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പഴയതിനെ കഴിഞ്ഞും നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ കൊവാക്കിയെ കാണുകയാണ്. കൊവാക്കിയുടെ അടുത്തേക്ക് എയ്റ്റ്സുക കടന്നു വരും. കൊവാക്കി ആണെങ്കിൽ അവനോട് ചോദിക്കും, എന്തു വേണം, നീ എന്തിനാ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വന്നേ? മെയ്റ്റ്സുകയാണെങ്കിൽ അവന്റെ ദേഷ്യമൊക്കെ കണ്ട് ചിരിക്കും. സത്യത്തില് എനിക്കും ഇപ്പൊ നിന്നെ കുറേശ്ശെ ഇഷ്ടമാണ്. സത്യത്തിൽ നിനക്ക് ബൊറൂട്ടോയെ ജീവനാണെന്ന് എനിക്കറിയാം. അവന് കൊടുത്ത വാക്ക് അത് തെറ്റിക്കാതിരിക്കാനാണ് നീ ആ ഫാദർ വില്ലനെ കൊന്നുകളയാതെ അറ്റാക്ക് മാത്രം ചെയ്തത്. എനിക്ക് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അറിയാമെന്ന് പറയും. ഉടനെ കൊവാക്കിയാണെങ്കിൽ അതിന് മറുപടി പറയാതെ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഉംടാനും ആ പ്രിസൺ മാനെ കാണിക്കും. അവർ രണ്ടുപേരും കാഗുറയുടെയും ഇബിച്ചുക്കിയുടെയും മുൻപിൽ അങ്ങനെ നിൽക്കുകയാണ്. ഉംടാനാണെങ്കിൽ ഒരുപാട് വിഷമം. കാഗുറ, ഇബിച്ചുക്കി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ ഒരു ഹിഡൻ മിസ്റ്റ് വില്ലേജിൽ തന്നെ ജീവിക്കാമെന്ന്. ഞാനിപ്പോൾ തന്നെ മിസ്റ്റ് വില്ലേജിലേക്ക് തിരികെ പോവുകയാണെന്ന് പറയും. അതിന് ആ പ്രിസൺ മാൻ പറയും, ഞാൻ മിസ്റ്റ് വില്ലേജിലെ ഈ ഒരു വില്ലേജിൽ തന്നെ തുടരുകയാണ്. എനിക്ക് ഇവിടെയുള്ള ജനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്ക് എന്നെയും എൻ്റെ സഹായം അത് അവർക്ക് ആവശ്യമായിരിക്കും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് സംസാരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നറൂട്ടോ അവന്റെ ഓഫീസിലേക്ക് വരികയാണ്. ഷിക്കമരു ആണെങ്കിൽ ഒരു പേപ്പർ ഇപ്പൊ നറൂട്ടോയ്ക്ക് കൊടുക്കും. ഇത് ഹിഡൻ മിസ്റ്റ് വില്ലേജിൽ നിന്ന് വന്ന ഒരു ഇൻഫർമേഷൻ ആണ്. നറൂട്ടോ ആണെങ്കിൽ അത് വായിച്ച് ഒരുപാട് സന്തോഷപ്പെടും. കട്ട് ചെയ്താ ഇപ്പൊ ഹിഡൻ മിസ്റ്റ് വില്ലേജ് കാണിക്കും. മിസുകാഗയും ആളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ഇപ്പൊ ഇക്കടയുടെ അടുത്തേക്ക് വരും. മിസുകാഗയാണെങ്കിൽ ഇക്കടയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇക്കട, നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ നീ ഒരാൾ കാരണമാണ് അത്രയും വലിയ വാറ് അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നിനക്ക് ചില പണിഷ്മെന്റ് ഒക്കെ ഞങ്ങൾ തരാൻ പോവാണ്. ഇതിന് ഇക്കടയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എന്ത് പണിഷ്മെന്റ് തന്നാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറ് തന്നെയാണ്. ഉടനെ മീച്ചുക ചിരിക്കും. ആ സിനോണിമി പ്ലാൻ അത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്കറിയാം അത് ചില ആളുകളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആ പ്ലാൻ ഇല്ല. നിന്റെ ക്ലാനിനെ തിരുത്തിക്കൊണ്ടുവരാനും പുതിയൊരു നേതാവ് ഉണ്ടാകാനും ഞങ്ങൾ നിന്നെ സഹായിക്കാം. തീർച്ചയായിട്ടും നിന്നിലൂടെ മിസ്റ്റ് വില്ലേജുമായിട്ടുള്ള നിങ്ങളുടെ ക്ലാനുകളുടെ ഇഷ്യൂ അത് സോൾവ് ആക്കാനായിട്ട് കഴിയും. പക്ഷെ നീ ചെയ്തത് വലിയ കുറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒരാളുടെ അണ്ടറിലാണ് നിന്നെ ഞങ്ങൾ അയക്കാനായിട്ട് പോകുന്നത്. അത് മറ്റാരും അല്ലാന്ന് പറഞ്ഞ് ആ ഷിപ്പ് ബിൽഡർ അപ്പാപ്പനെ അവിടേക്ക് വിളിക്കുകയാണ്. ഇക്കടയ്ക്കാണെങ്കിൽ ആളെ കണ്ട് ഭയങ്കര സന്തോഷം. അവൻ ആളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. സന്തോഷം കണ്ട് മിസുകാഗയും അപ്പാപ്പനും അസിസ്റ്റന്റും അവരെല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കും. കട്ടീത ബൊറൂട്ടോ അവനാണെങ്കിൽ സാറുടെ അടുത്തേക്ക് വന്ന് നറൂട്ടോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ തീർത്ത് പറയും, നിന്റെ പപ്പ പറഞ്ഞതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നീയും കവാക്കിയായിട്ടുള്ള പ്രശ്നം അത് നീ പറഞ്ഞു തീർക്കണമെന്ന് പറയും. ബൊറൂട്ടോയെ ഓക്കെ പറഞ്ഞ് ഇപ്പോൾ കവാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. കവാക്കിയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണേണ്ട താമസം അവിടുന്ന് മുഖം തിരിഞ്ഞ് നടന്നു പോകും. സാറുടെ ആണെങ്കിൽ കവാക്കിയെ വിളിക്കും. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എനിക്കല്ല, പ്രത്യേകിച്ച് ബൊറൂട്ടോയ്ക്ക്. അതിന് കവാക്കിയാണെങ്കിൽ ബൊറൂട്ടോട് കാര്യം ചോദിക്കും. അതിന് ബൊറൂട്ടോ പറയും, എൻ്റെ പപ്പ പറഞ്ഞത് നീ സത്യത്തിൽ എന്നെ സേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന്. എന്നോടുള്ള പൊസസീവ്നെസ് കൊണ്ടാണ് നീ പല കാര്യങ്ങളിലും എന്നോട് റിബലായിട്ട് പെരുമാറുന്നതെന്ന്. അത് കേട്ട് കവാക്കിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല, പോസസീവ്നെസ്സും ഇല്ല. നീ മരിക്കാനായിട്ട് തീരുമാനിച്ചവനല്ലേ, നീ മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. കൺട്രോൾ പോയ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കവാക്കിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ്. പിന്നീട് രണ്ട് ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലേക്ക് എത്തുമ്പോൾ മീറ്റ്സുകയും അതുപോലെ നറൂട്ടോയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. നറൂട്ടോയ്ക്കാണെങ്കിൽ ആ ഫൈറ്റ് കുറച്ച് ഇഷ്ടമാവും. വാവ്, നാളുകൾക്ക് ശേഷം നല്ലൊരു ഫൈറ്റ് കാണാനായിട്ട് കഴിഞ്ഞു. അവർ ഫൈറ്റ് ചെയ്തെങ്കിലും അവരുടെ പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യട്ടെ. ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും തളർന്ന് താഴെ വീഴുകയാണ്. ഉടനെ നറൂട്ടോ വന്ന് അവർക്ക് രണ്ടുപേർക്കും കൈ കൊടുത്ത് എഴുന്നേക്കും.
എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തതല്ലേ, സോ നിങ്ങൾക്ക് 2 പേർക്കും ഇന്നത്തെ ഫുഡ് അത് എൻ്റെ വക എന്ന് പറയും. അതിനുശേഷം ബൊറൂട്ടോട് പറയും, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇക്കടെ അവൻ്റെ മാസ്റ്റർ ഗ്രാൻഡ് പേയോടൊപ്പം വിട്ടയച്ചു. അവൻ്റെ ആഗ്രഹപ്രകാരം ഇനി അവന് നല്ലൊരു ഷിപ്പ് ബിൽഡർ ആവാൻ കഴിയും. അത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.